Buongiorno a tutti e benvenuti e bentornati. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് 5 ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ആണ്. ഇഡിയംസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഇഡിയംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സംസ്കാരം, നമ്മുടെ ജീവിത ശൈലിയിൽ നിന്നൊക്കെ രൂപം പ്രാപിക്കുന്നതാണ്. കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതായത് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് തലയിൽ കയറിയിരുന്ന് തലച്ചോറ് തിന്നുന്നു എന്ന് പറയും. അതിൻ്റെ ലിറ്ററൽ മീനിങ് അല്ല നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നൊക്കെ പറയാറുണ്ട്. ഇത്തരത്തിലുള്ള 5 ഇഡിയംസ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് ഇറ്റലിയിൽ ഞാൻ ചെന്നപ്പോൾ അർത്ഥം മനസ്സിലാക്കാതെ ഇതെന്താണാവോ ഈ പറയുന്നത് എന്ന് വിചാരിച്ച് വായ പൊളിച്ച് നിന്ന് പോയിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ടൈമിൽ ഒരു എക്സാം എഴുതാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇമ്പോക്കൽ ലൂപ്പോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം അറിയാം. ബോക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗത്ത് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ലൂപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നായ എന്നാണ് അർത്ഥം. അപ്പോൾ ഇമ്പോക്കൽ ലൂപ്പോ എന്ന് പറയുമ്പോൾ ചെന്നായുടെ വായിക്കുള്ളിലോ എന്താണാവും ഇതിൻ്റെ അർത്ഥം എന്ന് വിചാരിച്ച് ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. പക്ഷേ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഗുഡ് ലക്ക് അല്ലെങ്കിൽ വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെയായിരുന്നു അതിൻ്റെ മീനിങ്. പക്ഷെ പിന്നീടാണ് അതൊക്കെ മനസ്സിലായത്. അപ്പോൾ അർത്ഥം മനസ്സിലാക്കാതെ ഞാനിങ്ങനെ വണ്ടറടിച്ചിരുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, siete pronti? ഫസ്റ്റ് വൺ, ഇൻബോക്ക അല്ലൂപ്പോ. നേരത്തെ പറഞ്ഞതാണത്. അതിൻ്റെ മീനിങ് ബോന ഫോർത്തൂന, ഗുഡ് ലക്ക്, വിഷ് ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെയാണ്. ബോക്ക എന്ന വാക്കിൻ്റെ അർത്ഥം മൗത്ത് എന്നാണ്. ലൂപ്പോ വൂൾഫ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിന് റിപ്ലൈ ആയിട്ട് ക്രേപ്പി ലൂപ്പോ എന്ന് പറയാറുണ്ട്. ക്രേപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അപകടം അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേ ദ വൂൾഫ് ഡൈ എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചെന്നായ ചത്തുതുലയട്ടെ എന്നൊക്കെ നമ്മൾ മലയാളം ഭാഷയിൽ പറയും. എന്നാൽ ഇപ്പോൾ അത് മാറ്റി കുറച്ച് നാളുകളായിട്ട് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലെല്ലാം വീവ ഇല്ലൂപ്പോ എന്നാണ് പറയുന്നത്. അതായത് ചെന്നായി ജീവിക്കട്ടെ എന്ന്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് പ്രകൃതി സ്നേഹവും മൃഗങ്ങളോടുള്ള സ്നേഹമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ടാണ് ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ ക്രേപ്പി ലൂപ്പോ എന്നതിന് പകരം വീവ ഇല്ലൂപ്പോ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെയാണ് ഇൻബോക്ക ലൂപ്പോ എന്ന് പറയുന്നത്. അതിന് റിപ്ലൈ ആയിട്ട് പറയേണ്ടത് ക്രേപ്പി ലൂപ്പോ അല്ലെങ്കിൽ വീവ ഇല്ലൂപ്പോ എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയില്ല? സെക്കൻഡ് വൺ, അവേരെ ലെ മാനി ബുക്കാത്തെ. അവേരെ ലെ മാനി ബുക്കാത്തെ. ലെമാനി എന്ന വാക്കിൻ്റെ അർത്ഥം ദ ഹാൻഡ്സ്, കൈകൾ. ബുക്കാത്തെ എന്ന് പറഞ്ഞിട്ട് ഹോൾസ് ഉള്ളത്, അതായത് കൈകൾക്ക് തുള വീണ കൈകൾ എന്നൊക്കെ പറയൂലേ, അതാണ് ലിറ്ററൽ മീനിങ് വരുന്നത്. പക്ഷേ അതിൻ്റെ ശരിക്കും മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേന്തരെ ത്രോപ്പിസോൾതി, ഒത്തിരി ക്യാഷ് അനാവശ്യമായിട്ട് ചിലവാക്കുന്നവരെ പറയുന്ന ഒരു വാക്കാണ് അവേരലെ മാനി ബുക്കാത്തെ എന്നത്. ഒരു ഉദാഹരണം പറയാം. മാർക്കോ അസേംബ്രലെ മാനി ബുക്കാത്തെ കോംബ്ര തൂത്തോ കൊയിലൊക്കെ വേദേ. മാർക്കോൻ്റെ കൈകൾ എപ്പോഴും എന്താണ്? ഹോള് വീണതാണ്. കാരണം എന്താണ്? കാണുന്നത് മൊത്തം വാങ്ങിക്കുന്നു, കാണുന്ന സാധനങ്ങൾ മൊത്തം വാങ്ങിക്കും. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പറയുമ്പോൾ ഇഡിയോമാറ്റിക് ആയിട്ട് പറയുമ്പോൾ എന്ത് പറയും? മാർക്കോ അസേംബ്രലെ മാനി ബുക്കാത്തെ കോംബ്ര തൂത്തക്കൊല്ലൊക്കെ വേദേ. കാണുന്നതെല്ലാം വാങ്ങിക്കും, അതുകൊണ്ട് അവൻ്റെ കയ്യിൽ ക്യാഷ് തീരെ ഇല്ല എന്നതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. തേർഡ് വൺ, എസ്സറെ അൽ സെറ്റിമോ ചേലോ. ഏഴാം സ്വർഗത്തിൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് ശരിക്കും അതിൻ്റെ മീനിങ് എസ്രെ മോൾട്ടോ ഫെലീച്ചി, അതായത് ഒത്തിരി സന്തോഷമാണ്, ഒത്തിരി ഹാപ്പിയാണ് എന്നൊക്കെ പറയാനാണ് നമ്മൾ ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. എസ്റെ എന്ന വാക്കിൻ്റെ അർത്ഥം ടു ബി, സെറ്റിമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7th, ചേലോ ഹെവൻ. എസ്സറെ മോൾട്ടോ ഫെലീച്ചി എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ടു ബി ഹാപ്പി. എസ്സറെ അൽ സെറ്റിമോ ചേലോ, ഒത്തിരി ഹാപ്പിയാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് എസ്സറെ അൽ സെറ്റിമോ ചേലോ എന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്കിങ്ങനെ പറയാം. കോന്തോ ആ സപ്പൂത്തോ ദി അവേർ വിൻഡോ ഏറ അൽ സെറ്റിമോ ചേലോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജയിച്ചു എന്നറിഞ്ഞപ്പോൾ 7ാം സ്വർഗത്തിലായിരുന്നു എന്ന്. അതായത് ഒത്തിരി ഹാപ്പിയായി എന്നതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. കോന്തോ അസപ്പൂത്തോ, സപ്പൂത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞു, കോന്തോ എന്ന് പറഞ്ഞാൽ വെൻ, അപ്പോൾ, അറിഞ്ഞപ്പോൾ. അവർ വിൻഡോ, വിൻഡോ എന്ന് പറഞ്ഞാൽ ജയിക്കുക, ജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഏറാൽ സേത്തിമോ ചേലോ, ഒത്തിരി ഹാപ്പിയായി എന്നതാണ് അർത്ഥമാക്കുന്നത്. ഫോർത്ത് വൺ, ആക്വ ഇൻ ബോക്ക. ആക്വ ഇൻ ബോക്ക.
അക്വ എന്ന വാക്കിൻ്റെ അർത്ഥം വാട്ടർ എന്നാണ്. ബോക്ക നേരത്തെ പറഞ്ഞതാണ് മൗത്ത്. അപ്പം വായിൽ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നോൺ തീരുന്നില്ല മന്ദനേരയിൽ സിഗരറ്റോ, ആ അർത്ഥമാണ് വരുന്നത്. നോൺ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ ആരോടും ഒന്നും പറയരുത്. മന്ദനേരെ കീപ്പ്, ഇൽ സിഗരറ്റോ സീക്രട്ട്. അപ്പോൾ സീക്രട്ട് കീപ്പ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അക്വ ഇൻ ബോക്ക എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, തിറക്കോന്തോ ഉനക്കോസ മ അക്വ ഇൻ ബോക്ക. തിറക്കോന്തോ, റക്കോന്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഊനക്കോസ ഒരു കാര്യം, റക്കോന്തോ പറയാം, തി നിന്നോട്, മ ആക്വൻ ബോക്ക എന്നാൽ നീ എന്താണ് ആരോടും ആ സീക്രട്ട് വെളിപ്പെടുത്തരുത്. അതാണ് ഈ എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. 5th വൺ, അന്താരെ അഗോൺഫ്യ വേലെ. അന്താരെ ആ ഗോൺഫ്യ വേലെ. ഇതിൻ്റെ ലിറ്ററൽ മീനിങ്, അന്താരി എന്ന വാക്കിൻ്റെ അർത്ഥം ടു ഗോ. ഗോൺഫ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വോളൻ, അതായത് എന്തെങ്കിലും സാധനം വീർത്തത് എന്നൊക്കെ അർത്ഥം വരുന്നു. വേലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായ്ക്കപ്പലിന് നമ്മളൊരു ക്ലോത്ത് കെട്ടും. അപ്പോൾ ഈ ക്ലോത്തിൽ കാറ്റ് പിടിച്ചു കഴിയുമ്പോഴാണ് പായ്ക്കപ്പൽ നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ അർത്ഥമാണ് വരുന്നത്. ലിറ്ററൽ മീനിങ് അങ്ങനെയാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്താര മോൾട്ടോ ബേനെ, എല്ലാം നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയാനാണ് അന്താര ഗോൺഫ്യ ബേലെ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോബ്ലവുമില്ലാതെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നു. എക്സാമ്പിൾ, ഇൽ പ്രൊജക്റ്റോ sta andando gonfie vele. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രൊജക്റ്റ് ഒരു പ്രോബ്ലവുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയാനാണ് ഈ എക്സാമ്പിൾ ഉപയോഗിക്കുന്നത്. ഇൽ പ്രൊജക്റ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രൊജക്റ്റ്, ഇൽ പ്രൊജക്റ്റോ ദ പ്രൊജക്റ്റ് sta andando മുന്നോട്ട് പോകുന്നു. gonfie vele എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇഡിയംസ് എന്താണെന്നും അതിൻ്റെ മീനിങ്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ഞാൻ ഈ പഠിപ്പിച്ച 3-4 മാത്രമല്ല, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒത്തിരി ഇഡിയംസ് ഉണ്ട്. അതെല്ലാം അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പതുക്കെ ഞാൻ ബാക്കിയുള്ളതൊക്കെ പഠിപ്പിക്കാനായിട്ട് സമയം കണ്ടെത്താം. ഇപ്പം ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാനത് ക്ലിയർ ചെയ്ത് തരാം. മേ ഗോഡ് ബ്ലെസ് യു. ഗ്രാzie.